എന്റർടൈൻമെന്റ് ന്യൂസ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം പാട്രിയോട്ടിന്റെ ടീസർ വരുന്നു. ചിത്രത്തിന്റെ ടീസർ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വൻ മുതൽ മുടക്കിൽ വരുന്ന ചിത്രം ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ചിത്രം വിഷുവിന് തിയേറ്ററുകളിലെത്തും. പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന DS ഇറേ എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ഭ്രമയുഗത്തിന് ശേഷം സംവിധായകൻ രാഹുൽ സദാശിവൻ തിരക്കഥ രചിച്ച ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവർ ചേർന്നാണ്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രമായിരിക്കുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ? ചിലപ്പോൾ അത് രക്ഷപ്പെട്ടിരുന്നെങ്കിലോ? ആ കുടുംബത്തിന് എന്തോ ശാപമുണ്ട് സാറേ. ആകെ ഉണ്ടായിരുന്ന ആന്തരികം. എല്ലാവരുടെയും പറഞ്ഞത് വിശ്വസിക്കും. രണ്ടാമത്തെ ചിത്രവുമായി ഓൺ ഡിമാൻഡ്സ് പ്രൊഡക്ഷൻ. രണ്ടാമത്തെ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഒക്ടോബർ 6 11 മണിക്ക് പ്രകാശനം ചെയ്യും. ഷാമോൻ B പറയലിൽ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സുജിത് S നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം അംഗം മട്ടഹാസത്തിന്റെ പുതിയ ഗാനം പുറത്തുവിട്ടു. ശ്രീകുമാർ വാസുദേവ് സംഗീതം നൽകിയിരിക്കുന്ന ഗാനം വിനീത് ശ്രീനിവാസനാണ് ആലപിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, മാധവ് സുരേഷ്, സൈജു കുറുപ്പ്, സ്വാസിക എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കുട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയൂലേ. പണ്ടേ തൊട്ടേ പാടും പാട്ടിൻ കൂടെ ചേർന്നു കളിക്കാലോ. ചന്നം പിന്നം ചാറും ചുള്ളൻ മഞ്ഞിൻ നീരു നനഞ്ഞാലോ. ചായം പത്തി താളം വെച്ച് ബിബിൻ ജോർജും ഷൈൻ ടോം ചാക്കോയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ശുക്രൻ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. റൊമാൻറ്റിക് കോമഡി ജോണറിൽ ഉബൈനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ശുക്രൻ. G സിനിമാസ്, SKG ഫിലിംസ്, നിൽ സിനിമാസ് എന്നീ ബാനറുകളിൽ ജിമോൻ ജോർജും ഷാജി K ജോർജുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ബിബിൻ ജോർജ്, ചന്തുനാഥ്, ഷൈൻ ടോം ചാക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ആദ്യ പ്രസാദാണ് നായിക. നയൻതാര പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രം അന്നപൂർണി ദ ഗോഡസ് ഓഫ് ഫുഡ് ഇന്ന് OTTയിൽ എത്തും. ഡിസംബർ 1 തിയേറ്ററുകളിലെത്തിയ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ എത്തിയതോടെ വിവാദമാവുകയായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം നെറ്റ്ഫ്ലിക്സ് നീക്കം ചെയ്തിരുന്നു. ചില മാറ്റങ്ങളോടെ ചിത്രം വീണ്ടും തിരിച്ചെത്തുകയാണ്. ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വരുന്ന അന്നപൂർണി എന്ന പെൺകുട്ടി രാജ്യത്തെ മികച്ച പാചകക്കാരിയായി മാറാൻ ആഗ്രഹിക്കുന്നതാണ് ചിത്രം. ജയ്, സത്യരാജ്, അച്യുത് കുമാർ, KS രവികുമാർ, കാർത്തിക് കുമാർ, രേണുക സച്ചു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. രാക്ഷസൻ സിനിമയ്ക്ക് ശേഷം വിഷ്ണു വിശാലിന്റെ പുതിയ ചിത്രമായ ആര്യന്റെ ടീസർ പുറത്ത്. വിഷ്ണു വിശാൽ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലാണ് എത്തുന്നത്. പ്രവീൺ K തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 31 തിയേറ്ററുകളിലെത്തും. வருஷம் ஒருத்தன் இங்கே வாழ்ந்த மாதிரியா தெரியுது. நம்ம இதெல்லாம் அவன் பார்க்கணும்னு நினச்சானோ அது மட்டும்தான் இப்போ பார்த்துட்ருக்கோம்.
മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സാംസ്കാരിക സംഘടനയായ മാക്ട ഫീച്ചർ ഫിലിമുകൾക്കുള്ള തിരക്കഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 31-നകം മത്സരത്തിനുള്ള സൃഷ്ടികൾ എറണാകുളം മാക്ട ഓഫീസിലേക്ക് അയക്കേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു. മലയാള സിനിമയിലെ പ്രമുഖരായ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ഉൾപ്പെടുന്ന ജൂറിയായിരിക്കും മികച്ച തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നത്. പുതിയ തിരക്കഥാകൃത്തുക്കളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ഫലകവും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മാക്ട നടത്തുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും.